നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുൽപ്പുള്ളി എന്ന സ്ഥലത്ത് സഞ്ജീവിനി എക്കോ ഷോപ്പാണ്. ഒരു 6 വർഷം ആയി ഇവിടെ ജൈവ വിപണനം തുടങ്ങിയിട്ട്. നമ്മൾ ജൈവ കൃഷിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്ഥലം, നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കിയ പോരല്ല, വിൽക്കാനുള്ളൊരു സ്ഥലം ആവശ്യമാണെന്നുള്ളൊരു ഇതിലേക്ക് വരികയുണ്ടായി. ആ സമയത്താണ് കൃഷി വകുപ്പിന്റെ സഹായത്തോടുകൂടി ഇവിടെ ജൈവ വിപണന കേന്ദ്രം തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നാട്ടിൻപുറത്ത് നമ്മൾ അറിയുന്ന ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന, കൊമേഴ്സ്യലായി ചെയ്യുന്നതൊന്നും കളക്ട് ചെയ്യാറില്ല. വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന ജൈവ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന അരികൾ, അവില്, അരിപ്പൊടി, അല്ലെങ്കിൽ വിവിധതരം അരികൾ, നവര, ചമ്പ തുടങ്ങിയ എല്ലാ അരികളും അതെല്ലാം തന്നെ ഷോപ്പിൽ വെച്ച് വെക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് എത്ര നമുക്ക് ആകെ ശ്രദ്ധിക്കാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സാധനം എത്തിക്കുക എന്നുള്ളത്. പക്ഷെ ആളുകൾ ധാരാളം പേര് ഇപ്പോൾ കോട്ടയത്ത് നിന്നടക്കം എല്ലാ മാസവും വന്ന് കൃത്യമായി വാങ്ങിയിട്ട് പോകുന്ന ആളുകളുണ്ട്. പല ദൂരെ നിന്നുള്ളവർ തന്നെയാണ് കൂടുതൽ ധാരാളം പേര് ഇതാകുന്നത്. ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന അത്യാവശ്യം കൃഷി വകുപ്പ് ഇപ്പോൾ പല എല്ലാ പഞ്ചായത്തുകളിലും ജൈവ വിപണന കേന്ദ്രം തുടങ്ങുന്നുണ്ട്. പക്ഷെ അതെല്ലാം മിക്സ് ചെയ്യപ്പെടുന്നു. കാരണം അവർക്ക് ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നത് ജൈവമായിട്ടുള്ളത് മാത്രമായി വയ്ക്കുമ്പോൾ കച്ചവടം നടക്കണില്ല എന്നുള്ള പരിമിതിയൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റുന്നത്. പക്ഷെ അങ്ങനെ മാറ്റിയത് കൊണ്ട് അവർക്ക് തീരെ രണ്ടുമല്ലാതാകുമ്പോഴാണ് കംപ്ലീറ്റ് ജൈവത്തിലേക്ക് മാറ്റാനും പറ്റുന്നില്ല. ജൈവമല്ലാത്തതാണ് അവിടെ കിട്ടുന്നുള്ള ധാരണ വരികയും അവിടുത്തെ ജൈവ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങാതാകുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് കുറേയൊക്കെ നമുക്ക് എത്ര പരമാവധി പറ്റുമോ അത്രയും പരമാവധി ശ്രമിച്ചുകൊണ്ട് പോയാൽ ആളുകൾ നല്ല സാധനം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിയാവുന്നത്ര കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സഞ്ജീവിനിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നന്ദി.